ഹലോ കേസ് ഗീതാഗോവിന്ദത്തിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ഗീതു ഒളിച്ചിരിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് വരുണും രേഖയും മുറി വന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് കുളിക്കാനൊക്കെ പോവാണ്. അപ്പം ഗീതുവിന് ഇതെല്ലാം കൂടെ വാർഡ്രോബിലിരുന്ന് അവിടുത്തെ ഗ്ലാസ്സിൽ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. വരുൺ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യുമ്പം ഗീതു കണ്ണൊക്കെ അടച്ചിരിക്കുവാണ്. ആ സമയത്ത് നമ്മുടെ പ്രിയയും വിനോദും പുറത്തിങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ വിനോദ് പറയുന്നുണ്ട്, കല്യാണത്തിന് മുമ്പ് പ്രഗ്നൻ്റ് ആവുന്ന സമയത്തൊക്കെ ഇവിടെ വന്നിരുന്നെങ്കിൽ ഇതൊന്ന് നല്ലപോലെ എൻജോയ് ചെയ്യാമായിരുന്നു ഈ റിസോർട്ടൊക്കെ എന്ന് പറയുമ്പോഴേക്കും പ്രിയ പറയുന്നുണ്ട്, കല്യാണത്തിന് മുമ്പ് ഒന്ന് എൻജോയ് ചെയ്തതിൻ്റെയാ ഇപ്പോൾ ഈ കാണുന്നത് എന്നിങ്ങനെ പറയുവാണ്. അപ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ട് അഭിപ്രായം നമ്മുടെ ഗോവിന്ദ് ഇപ്പോൾ ഉണ്ട്. ഇവരൊന്ന് പോയിട്ട് വേണം ഗോവിന്ദന് മുറിയുടെ അങ്ങോട്ട് പോകാൻ വേണ്ടി. അപ്പം ഗോവിന്ദ് ഇതെല്ലാം കേട്ടിട്ട് ഒന്ന് കയറിപ്പോ കുരുപ്പുകളെ അകത്തോട്ട് എന്നൊക്കെ പറയുവാണ്. ആ സമയത്താണ് രാധികയും കാഞ്ചനയും കൂടെ ആ വഴിക്ക് വരുന്നത്. കാഞ്ചനയുടെ കയ്യിലൊരു കുടയുണ്ട്. ആ കുടയിലെ വെള്ളം രാധികയുടെ മേത്തേക്ക് തെറിപ്പിക്കുന്നതുകൊണ്ട് രാധിക ദേഷ്യപ്പെട്ടാണ് വരുന്നത്. ഉറക്കെ, ഇതിൻ്റെ വെള്ളം ഇനി എല്ലാം കൂടെ എൻ്റെ മേത്തോട്ട് നീ തെറിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞു. ആ ഒച്ച കേൾക്കുമ്പോൾ തന്നെ അതുകൊണ്ട് നമ്മുടെ ഗോവിന്ദന് മനസ്സിലാവുകയാണ്. ഗോവിന്ദ് തിരിഞ്ഞ് ഡോറിൽ ഇങ്ങനെ ചാരി നിൽക്കുവാണ് കേട്ടോ. അമ്മയ്ക്ക് എന്നെ കണ്ടാൽ ഉറപ്പായിട്ടും മനസ്സിലാവും എന്നും പറഞ്ഞ്. അപ്പോൾ രാധികയ്ക്കൊരു കോൾ വന്ന് രാധിക കോളൊക്കെ എടുക്കുവാണ്. ആ സമയത്താണ് ഗീതു ചോദിച്ച താക്കോലും കൊണ്ട് റിസപ്ഷനിലെ പുള്ളിക്കാരി വരുന്നത്. ഗോവിന്ദ് പെട്ടെന്ന് മേടിച്ച് മുറി തുറന്ന് അകത്തേക്ക് കയറുവാണ്. അപ്പോഴേക്കും ദേ നോക്ക് രാധിക മാമി എന്ന് പറഞ്ഞ് തിരിഞ്ഞ് കാണിക്കുമ്പോഴേക്കും ഗോവിന്ദ് അകത്ത് കയറും. ആരെ നോക്കാനാണ് നീ പറഞ്ഞത്? കപ്പിൾസിലെ ചെറുക്കനാ ഇപ്പോൾ അവിടെ നിന്നതെന്ന് പറയുക. കണ്ട ദുൽഖർ സൽമാനെ പോലെ ഉണ്ട്, നമുക്കൊന്ന് കണ്ടാലോ എന്ന് ചോദിക്കുമ്പോൾ രാധിക പറയുകയാണ്, വന്ന് കയറി കിടക്കാൻ നോക്ക് എന്നൊക്കെ പറയുവാണ്. അത് കഴിഞ്ഞ് ഗീതു എവിടെയായിരിക്കും എന്ന് കുറേ നോക്കിയിട്ടും കാണുന്നില്ല. അവളെവിടെയും ഒളിച്ചിരിക്കുമായിരിക്കും ഇവരുടെ മുമ്പിൽ പെടാണ്ട് എന്നൊക്കെ ഓർത്ത് ഗോവിന്ദ് ഇങ്ങനെ നിൽക്കുവാണ് കേട്ടോ. കുളി കഴിഞ്ഞ് രേഖ വരുമ്പോഴത്തേക്കും വരുൺ പയ്യെ രേഖേനെ കെട്ടിപ്പിടിക്കാനൊക്കെ ചെല്ലുമ്പോൾ രേഖയ്ക്ക് താല്പര്യമില്ല. ഇതൊക്കെ കണ്ട് ഗീതു ആദ്യം ഓർക്കുന്നുണ്ട്, ഇവരിത്രയും സെറ്റായോ എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ രേഖ ഇങ്ങനെ തള്ളി മാറ്റുന്നതും എന്നിട്ട് ഞാൻ വൈറ്റമിൻ ഗുളിക കഴിച്ചില്ല, അത് കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് പോകുന്നൊക്കെ കാണിക്കുവാണ് കേട്ടോ. അത് കഴിഞ്ഞ് രേഖ വരുണിൻ്റെ പാലില്ലാത്ത ഉറക്കുളിയെ കളത്തുനിന്ന് ഗീതു കാണുവാണ്. അപ്പോഴേക്കും ഗീതു നോക്കുമ്പോഴത്തേക്കും വരുൺ ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഗീതു മനസ്സിൽ ചിന്തിക്കും, അയ്യോ പാവം രേഖേച്ചി, വരുണേട്ടൻ ഇതെല്ലാം കാണുന്നുണ്ടല്ലോ, എന്താ ചെയ്യുക, ആകെ പെട്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ്. അതിന് വരുണ് പാല് കൊണ്ട് കൊടുക്കുമ്പോൾ വരുൺ പറയാണ്, മോളിന്ന് ആദ്യം കുടിക്കുക എന്ന് പറഞ്ഞ് 2 ഭാഗം നമ്മുടെ രേഖയും കൊണ്ട് കുടിപ്പിക്കുകയാണ് കേട്ടോ. 2-3 ഭാഗം കുടിച്ച് കഴിയുമ്പോൾ പറയാണ്, ബാക്കിയും കൂടെ നീ തന്നെ കുടിക്കടി എന്ന് ദേഷ്യപ്പെട്ട് പറയുകയാണ് കേട്ടോ. എന്നിട്ട് പറയണം, നിൻ്റെ സ്ഥിരം പരിപാടി ഇതായിരുന്നെന്ന് എനിക്കിപ്പോഴല്ലേ മനസ്സിലായെന്നൊക്കെ പറയുവാണ്. ഇതൊക്കെ ഗീതുവിനൊന്നും ചെയ്യാൻ പറ്റാണ്ട് അകത്തിരുന്ന് കാണുവാണ്. എന്നിട്ട് ഫുൾ പാല് രേഖയുടെ വായിലോട്ട് ഗ്ലാസ് സഹിതം കമത്തുവാണ് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ രേഖ പറയുന്നുണ്ട്, വരുണേട്ടൻ്റെ മനസ്സിൽ ഇപ്പോഴും കളങ്കമുണ്ട്, അത് വെച്ച് എന്നെ തൊടാൻ ഞാൻ സമ്മതിക്കുകയല്ല എന്ന് പറയുമ്പോഴത്തേക്കും വരുൺ ഇങ്ങനെ ചിരിച്ചിട്ട് വരികയാണ്, ഇനി നിൻ്റെ സമ്മതം എന്തിനാ, എനിക്ക് കുറച്ച് ലക്ഷ്യങ്ങളുണ്ട്, അത് നേടിയെടുക്കാൻ രേഖക്കുട്ടി നീ എൻ്റെ സ്വന്തമായേ പറ്റുള്ളൂ എന്ന് പറയുകയാണ്. അപ്പോഴത്തേക്കും രേഖ തളർന്ന് ക്ഷീണിച്ച് കട്ടിലിലോട്ട് നേരെ വീഴുവാണ് കേട്ടോ. വരുണാണെങ്കിൽ ഒരു കുപ്പി ബ്രാൻഡിയൊക്കെ ആയിട്ട് അവിടെ പോയിരുന്ന് വെള്ളമടി തുടങ്ങുവാണ്. രേഖ അവിടെ ബോധമില്ല കിടക്കുവാണ്. ഗീതു മുറിയിലുമാണ്. ആ സമയത്ത് ഗോവിന്ദ് മാനേജറിനോട് ചോദിച്ചിട്ട് ഗീതു എവിടെയാണെന്ന് നോക്കുവാണ് കേട്ടോ CCTV ക്യാമറയിൽ. അപ്പം വരുണിൻ്റെയും രേഖയുടെ മുറിയിലോട്ട് ഗീതു കയറി പോകുന്ന കാണുവാണ്. അപ്പോൾ മാനേജർ പറയാം, സാർ വിഷമിക്കേണ്ട, ചില ഭാര്യമാർക്ക് ഇങ്ങനെ ഉണ്ടാവാറുണ്ട്, അപ്പോൾ അത് കുഴപ്പമില്ല, ചികിത്സിച്ചാൽ മാറാവുന്നേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ഗോവിന്ദ് ചോദിക്കും, എന്തുണ്ടാവാറുണ്ടെന്ന്. അല്ല, ഈ മറ്റുള്ളവരുടെ മുറിയിൽ ഒളിഞ്ഞു നോക്കുന്ന സ്വഭാവം എന്ന് പറയുകയാണ്. അപ്പോഴേക്കും ഗോവിന്ദ് പറയാം, എടോ അങ്ങനെയല്ല, ഞങ്ങളുടെ കുടുംബക്കാരാണ് എവിടെ ഉള്ളത്, അവർ കാണാണ്ട് ഞങ്ങൾ ഹണിമൂണിന് വന്നേ, അവൾ പാവം പെട്ടുപോയതായിരിക്കും അതിൻ്റെ അകത്തുനിന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ മാനേജർ പറയാം, അങ്ങനെയാണോ, എന്നാൽ വിഷമിക്കേണ്ട, എങ്ങനെയായാലും ഗീതുവിനെ പുറത്തിറക്കി താടുമോ എന്ന് പറയുമ്പോൾ പറയുവാണ്, അറിഞ്ഞാൽ എൻ്റെ ജോലി പോകും സാറെന്ന് പറയുമ്പോൾ, അത് കുഴപ്പമില്ല, തനിക്ക് എവിടെയെങ്കിലും ഞാൻ വേറെ ജോലി തരാമെന്ന് പറയുമ്പോൾ മാനേജർ പറയും, അത് വേണ്ട സാർ, ഈ റിസോർട്ട് മേടിച്ചാൽ മതിയെന്ന് പറയുവാണ് കേട്ടോ. അപ്പോൾ ഗോവിന്ദ് എന്ത് വേണമെങ്കിലും ചെയ്യാം ഉള്ള രീതിയിൽ പറയുവാണ്. അത് കഴിയുമ്പോൾ മാനേജർ പറയുന്നുണ്ട്, നിങ്ങൾ പേടിക്കേണ്ട, അവരെല്ലാം ഉറങ്ങിക്കഴിയുമ്പോൾ ഗീതുവിനെ വെളിയിലിറക്കി ആരും കാണാണ്ട് കുടുംബക്കാരൊന്നും കാണാണ്ട് ഇവിടുന്ന് പുറത്ത് വേറൊരു സ്ഥലമുണ്ട്, അവിടത്തേക്ക് മാറ്റിത്തരാം, അത് ഹണിമൂണിന് പറ്റിയ സ്ഥലം തന്നെയാണെന്ന് പറയുവാണ് കേട്ടോ. അത് കഴിയുമ്പോൾ കാണിക്കുന്നത് വരുൺ നല്ലപോലെ മദ്യപിച്ച് ഫിറ്റായിട്ട് അവിടെ ഇരിക്കുവാണ്. ഗോവിന്ദാണെങ്കിൽ അതിലെ കൂടെ ഇറങ്ങി നടക്കുവാണ് കേട്ടോ. അങ്ങനെ വരുണിൻ്റെ മുറിയുടെ അവിടെ ചെന്ന് ഗീതു ഇതിൻ്റെ അകത്ത് ഉണ്ടായിരിക്കും. അവൾ എവിടെയായിരിക്കും ഒളിച്ചിരിക്കുന്നത്, കട്ടിലിൻ്റെ അടിയിലോ അത് വാർഡ്രോബിലോ, പാവം ഗീതു എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുവാണ്. അതേസമയത്ത് ഗീതുവും ചിന്തിക്കുന്നുണ്ട്, ഗോവിന്ദാണ് എന്നെക്കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കുമായിരിക്കും, എവിടെയാണെന്ന് പോലും അറിയില്ലല്ലോ എന്നെ ചെയ്യുന്നതെന്ന് ഓർത്ത് ഗീതുവും ഇങ്ങനെ ഇരിക്കുന്ന കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.